പലരും നമ്മുടെ ടൂ വീലർ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്, റോയൽ എൻഫീൽഡ്. ഈ വാഹനം മാർക്കറ്റിൽ വന്നിട്ട് 100 വർഷത്തോളം ആവുന്നെന്ന് തോന്നുന്നു, കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു സെയിം ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയാണ് ഈ വാഹനമുള്ളത്. അപ്പോൾ ഈ വാഹനം ഞാൻ പേഴ്സണലി ഒരു 1500 കിലോമീറ്ററോളം ഓടിച്ചൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുതിയ എഞ്ചിൻ ഞാനിപ്പോൾ ബേസിക്കലി എനിക്ക് പഴയ എഞ്ചിന് വലിയ താല്പര്യത്തിന് വൈബ്രേഷൻ കാരണം ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഫാനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ജെ സീരീസ് എഞ്ചിന് ഓടിച്ചതിന് ശേഷം എനിക്കൊരു ചെറിയ ഫാൻ ബോയ് ആയി എന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ ജെ സീരീസ് എഞ്ചിൻ എങ്ങനെയുണ്ട്, 1500 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു റിവ്യൂവും കൂടാതെ ഈ വാഹനത്തിൻ്റെ സർവീസ് ഇഷ്യൂസ്, ഈ വാഹനത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ ഒരു ഫുള്ളൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ ഈ വാഹനമായി വരുന്നത്. ചാനലിലേക്ക് സ്വാഗതം. പുതിയ ജെ സീരീസ് മോഡലിൽ വരുമ്പോൾ മെക്കാനിക്കലാണ് മാറ്റങ്ങളുള്ളൂ. എക്സ്റ്റേണലിൽ നമുക്ക് യാതൊരു മാറ്റവും കാണാൻ സാധിക്കും. പഴയ ആ ഒരു റോയൽ എൻഫീൽഡിന്റെ അതേ ഒരു ലുക്കിൽ തന്നെയാണ് വാഹനമുള്ളത്. നമുക്ക് ആദ്യം ടാങ്കിൽ നിന്ന് തന്നെ ടാങ്ക് അതേ പഴയ ഷേപ്പിൽ തന്നെയാണ് ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ലൈൻസിന് ഇവിടെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ലൈൻസിന്റെ പ്രത്യേകത, ഈ ലൈൻസിനെ ബെഡ്രാസ് ലൈൻസ് എന്നാണ് കമ്പനി വിളിക്കുന്നത്. ഈ ലൈൻസ് ഹാൻഡ് ക്രാഫ്റ്റ് ആണ്, ഒരാൾ കൈ കൊണ്ട് വരയ്ക്കുന്നതാണ് ഈ ലൈൻസ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ടെക്നോളജി വളരെ അഡ്വാൻസ് ആയി, നമുക്ക് ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ് സാങ്കേതിക വിദ്യകളുണ്ട്. എന്നാലും ആ ഒരു ഹെറിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇപ്പോഴും ലൈൻസ് ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു മോണോഗ്രാം നമുക്ക് കാണാൻ സാധിക്കും. പഴയ വാഹനങ്ങളിൽ ഇതൊരു സ്ക്രൂ ടൈപ്പ് ആയിരുന്നു, ഇവിടെ നമുക്ക് എക്സ്പോസ് ആയിട്ട് സ്ക്രൂസ് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇതൊരു പേസ്റ്റ് ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ടാങ്കിൻ്റെ മുകളിൽ വശം നമ്മൾ നോക്കുമ്പോൾ അവിടെ ലൈൻസ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കവർ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് ഓവറായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. ടാങ്കിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ ബോക്സ് കാണാൻ സാധിക്കും. പഴയ വാഹനങ്ങൾ നമുക്കിവിടെ കാർബറേറ്റർ കാണാൻ സാധിക്കും. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് കാർബറേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെ വെച്ച ബുള്ളറ്റിൻ്റെ തനതായിട്ടുള്ള സൈഡ് ബോക്സ് വരുന്നുണ്ട്. സൈഡ് ബോക്സിൽ ബുള്ളറ്റ് 350 എംബ്ലം വരുന്നത്. അവിടെ ഈ ലൈൻസ് ഇപ്പോഴും കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടെ നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ സീറ്റ് ഒരു സിംഗിൾ സീറ്റാണ്. ഇത് ഏറ്റവും ബേസ് മോഡൽ ബറ്റാലിയൻ ബ്ലാക്ക് എഡിഷൻ ആയിട്ടുള്ള ഒരു ബേസ് മോഡൽ വാഹനമാണ്. അപ്പോൾ ഇതിൽ ആ സിംഗിൾ സീറ്റ് തന്നെയാണ് വരുന്നത്. സിംഗിൾ സീറ്റിൽ ആ പഴയ ആ ഒരു വിൻറ്റേജ് ഫീലുള്ള സ്ട്രൈപ്സ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ ആ പഴയ ഒരു റാഷ് ഷേപ്പ് ഗ്രാബ് ഹാൻഡിൽ മാറ്റി കുറച്ചുകൂടെ തിക്നെസ് കൂടിയ ഒരു ഗ്രാബ് ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. അതൊരു പുതിയ മോഡേൺ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു സാരി കാർഡ് ആക്സസറി ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. റിയർ ഷോക്ക് ഒരു നോർമൽ ഷോക്കാണ്, ഗ്യാസ് ഫിൽഡ് ഷോക്ക് അബ്സർവർ ഇല്ല. 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഒരു ഷോക്കാണ്. ഒരു സൈഡിൽ ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ഹുക്ക് ചെയ്യാനും വാഹനം സെൻട്രൽ സ്റ്റാൻഡിലേക്ക് ഇടാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. റിയറിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാന മാറ്റം ടയറാണ്. നമ്മൾ നോർമലി ഇതിന് മുമ്പത്തെ വെർഷനിൽ ബേസ് മോഡലിലും ആ ഒരു ചെറിയ ടയറാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൽ 120/80 18 ഇഞ്ച് വീൽസാണ് റിയറിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുള്ള ഒരു ടയറാണ് ഈ വാഹനത്തിൽ വരുന്നത്. കൂടാതെ നമുക്കിവിടെ ഒരു ചെയിന് നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് കാണാം. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സീറ്റിൻ്റെ അവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പഴയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ബുള്ളറ്റ് എന്ന വൈറ്റ് കളറിലുള്ള ലെറ്ററിങ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് മഡ് ഗാർഡിൽ തന്നെ റോയൽ എൻഫീൽഡ് എന്നൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് റിയർ ടൈലൈറ്റ് ആണ്. റിയർ ടൈലൈറ്റ് പഴയ ആ ഒരു ബോക്സി ടൈലൈറ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 യെല്ലോ കളർ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിന്റെ ഡിസൈനിലൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ട്. പഴയ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചുകൂടെ വലുതായിരുന്നു. ഇതൊരു പുതിയൊരു ഡിസൈൻ എലമെന്റിൽ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചുകൂടെ ചെറുതായിട്ട് നല്ല ലുക്കിൽ മാറ്റിയിട്ടുണ്ട്. ടാങ്കിന്റെ കാര്യങ്ങൾ പറയുന്നത് മിസ്സായിട്ടുള്ള ഒരു കാര്യമാണ് ടാങ്കിന്റെ കപ്പാസിറ്റി. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വാഹനത്തിൽ വരുന്നത് 13 ലിറ്റേഴ്സ് ആണ്. അടുത്ത് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ നോക്കാം. ഫ്രണ്ട് ഡിസൈനിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഹെഡ്ലൈറ്റിന്റെ ആ ലെൻസിന്റെ പഴയ വാഹനത്തിൽ നല്ലൊരു പ്രൊജക്റ്റഡ് ഫീൽ ആണ്. ആ പ്രൊജക്ഷൻ കുറച്ച് ഒഴിവായിട്ടുണ്ട്. എന്നാൽ ചെറിയ പ്രൊജക്ഷനാണ്, നമുക്ക് അത് കയ്യിൽ ഫീൽ ചെയ്യും. പക്ഷേ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രൊജക്ഷൻ ഇല്ലാത്തൊരു സ്ട്രൈറ്റ് ഗ്ലാസ് പോലെ നമുക്ക് ഫീൽ ആവും. ആ ഒരു വിൻറ്റേജ് ആ ഒരു ചെറിയ 2 പാർക്കിംഗ് ലാംപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നീറ്റായിട്ട് ഇതിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. പഴയ ഫസ്റ്റ് മോഡലിൽ ഇവിടെ ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഇതായിരുന്നു പഴയ മോഡൽസിൽ വന്നിട്ടുള്ളത്. ഇതൊരു കുറച്ചുകൂടെ ഇവിടെ തന്നെ ചേർന്ന് വരുന്ന രീതിയിലാണ്
ഇൻഡിക്കേറ്റേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിന്റെ താഴേക്ക് നമ്മൾ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വാങ്ങിയിട്ട് വരുന്നത്. പഴയ പോലെ തന്നെ സസ്പെൻഷൻ കവർ ചെയ്ത് ഒരു കവർ, മെറ്റൽ കവർ ഇവിടെ വരുന്നുണ്ട്. ഒരു 41 mm ഷോക്ക് അബ്സോർബർ ആണ് ഈ വാഹനത്തിൽ. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതിന്റെ ട്രാവൽ ഹൈറ്റ് വരുന്നത് 130 mm ആണ്. കൂടാതെ ഇതിൽ 19 ഇഞ്ചിന്റെ വീൽസ് ആണ് വാഹനത്തിൽ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷനിൽ നമുക്കൊരു റിഫ്ലക്ടർ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു എലമെന്റ് ആയിട്ട് തോന്നി. കൂടാതെ പഴയ വാഹനങ്ങൾ ഇവിടെ ഒരു പ്രൊജക്ഷനിലായിരിക്കും വീല് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു സ്ട്രൈറ്റിൽ തന്നെയാണ് വീല് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ സൈസിനെ കുറിച്ച് പറയുമ്പോൾ 100/90 ഇഞ്ച് വീൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിന്റെ വിശേഷങ്ങൾ. ഇപ്പുറത്തെ സൈഡിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്കിന്റെ കാര്യങ്ങൾ, ബ്രേക്കിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ പറയാം. അടുത്ത നമുക്ക് ഫ്രണ്ട് ഹാൻഡില് ഒരു നോർമൽ ടൈപ്പ് ഹാൻഡിലാണ് ഇതിൽ വരുന്നത്. കൂടാതെ 2 മിറേഴ്സ് വരുന്നത്. അത് ഇത് ബേസ് മോഡലാണ്, ബ്ലാക്ക് കളേഴ്സിലാണ് വരുന്നത്. ഇതിന്റെ അപ്പർ വേർഡൽസിൽ അത് ക്രോം ഫിനിഷ്ഡ് വരുന്നുണ്ട്. ഇതിന്റെ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറിന്റെയും ഡിസൈനും മാറ്റിയിട്ടുണ്ടായ ഒരു അലുമിനിയം ഫിനിഷിലാണ് ക്ലച്ചും ബ്രേക്കും ലിവേഴ്സ് വരുന്നത്. കൂടാതെ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്വാളിറ്റി സർട്ടിഫൈഡ് എന്നൊരു ലോഗോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ, റെക്ടാങ്കിൾ ഷേപ്പിലായിരുന്നു വന്നത്. ഇപ്പോൾ അതൊരു ഓവൽ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഹാൻഡിൽ ആദ്യം നമ്മളൊരു നോർമൽ ടൈപ്പാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രിപ്പേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നമുക്ക് ലോങ് റൈഡ് പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ഗ്രിപ്പേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്വിച്ച് പാർട്ടിൽ വരുമ്പോൾ ഇതൊരു വിൻറ്റേജ് ടൈപ്പിലൊരു സ്വിച്ചാണ് വരുന്നത്. ഇതൊരു പവർ ഓൺ സ്വിച്ചാണ്. ഇത് ഓഫാണ്, ഇത് ഓൺ. ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ക്രാങ്ക് ആവും വാഹനം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ, 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ വരുന്ന ഒരു നല്ല ഫീച്ചറാണ്. നോർമലി നമ്മൾ പുറത്തു നിന്നാണ് ഇങ്ങനെയുള്ള 4 ഇൻഡിക്കേറ്റേഴ്സ് അഡീഷണൽ സ്വിച്ച് ഫിക്സ് ചെയ്തൊക്കെയാണ് നേരത്തെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതേ വിൻറ്റേജ് ഫീലുള്ള സ്വിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് ഹെഡ് ലാമ്പ് പാസിംഗ്, ഹെഡ് ലാമ്പ് ഓൾവേസ് ഓൺ ആണ് ഇപ്പോഴത്തെ വാഹനങ്ങൾ. ഇത് ഡിമ്മും ബ്രൈറ്റ് അടിക്കാനും, കൂടാതെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ ഈ മീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മീറ്ററിലെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്ത് വരുന്നത് മെയിനായിട്ടുള്ള മാറ്റവും പല നാളുകളായിട്ട് പല ആൾക്കാരുടെ ആവശ്യവും പരിഹരിച്ച് വന്നതാണ് ഈ മീറ്റർ കൺസോൾ. ഇതിൽ നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഫ്യൂവൽ ഗേജ് റോയൽ എൻഫീൽഡ് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു ഡിജിറ്റൽ പ്ലസ് അനലോഗിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന മീറ്റർ ക്ലസ്റ്ററാണ്. അതിൻ്റെ സൈഡിലായിട്ട് പഴയ വാഹനങ്ങളിൽ നമുക്ക് ആംപിയർ മീറ്റർ കാണാൻ സാധിക്കുമായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ ടാക്കോമീറ്റർ അവൈലബിൾ അല്ല. ഈ സ്പേസ് അവർക്ക് ഒരു ടാക്കോമീറ്ററിനായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്നതിൻ്റെ ഒരു സജഷനാണ്. നമുക്കിതിൽ ഓഡോ, ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെ 2 ട്രിപ്പും നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ടൈമും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ അഡീഷണലി ഒരു ഫംഗ്ഷൻ ഉള്ളത് ട്രിപ്പ് എഫ് എന്നൊരു ട്രിപ്പ് ഉണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഫ്യൂവല് കുറയുന്നു എന്നൊരു ഫ്യൂവൽ വാണിംഗ് വരുമ്പോൾ നമുക്ക് ട്രിപ്പ് എഫ് ഓണോ. അപ്പോൾ ഫ്യൂവൽ വാണിംഗ് വന്നതിന് ശേഷം എത്ര കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തു എന്ന് നമുക്ക് ട്രിപ്പ് എഫിലൂടെ മനസ്സിലാക്കാൻ നിയറസ്റ്റ് പെട്രോൾ ഫ്യൂൽ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ കീ സ്ലോട്ട് മുകളിൽ നേരത്തെ 2 കീ സ്ലോട്ട് വരും. ഒന്ന് മുകളിൽ ഒന്ന് താഴെ നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് സിംഗിൾ കീയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഹാൻഡിൽ ലോക്കായി. അപ്പോൾ 2 പ്രാവശ്യം കീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കീയിൽ തന്നെ ഒറ്റ പ്രാവശ്യം നമുക്ക് വെഹിക്കിൾ ഓൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും സാധിക്കും ഒരേ കീ സ്ലോട്ടിൽ. ഈ കീ നമ്മൾ പൾസറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പുതിയ ഡിസൈനിലേക്ക് കീരെ മാറ്റിയിട്ടുണ്ട്. കീരെ ആ മുകളിലത്തെ പോർഷൻ്റെ ഡിസൈനും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മീറ്റർ കൺസോളിനകത്ത് ഞാൻ വിട്ടുപോയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ന്യൂട്രൽ ലൈറ്റ് കത്തുന്നുണ്ട്. കൂടാതെ ബാറ്ററിയുടെ വാണിംഗ് ലാമ്പ്, ABS, എൻജിൻ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ, കൂടാതെ ഫ്യൂൽ വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂൽ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഫ്യൂൽ വാണിംഗ് കട്ടായി പോകുന്നത് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ. ഈ വാഹനത്തിന്റെ ബ്രേക്സിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു 300 mm ഡബിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പർ ഉള്ള ഒരു ബ്രേക്ക് സെറ്റപ്പാണ് വരുന്നത്. ഈ വാഹനത്തിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്കാണ് വരുന്നത്. റിയർ ബ്രേക്സ് ഈ വാഹനത്തിൽ വരുന്നത് ഒരു ഡ്രം ബ്രേക്കാണ്. ഡ്രം ബ്രേക്കിന്റെ ഡയമീറ്റർ വന്നിട്ട് 153 mm ആണ്. ഇതിന്റെ ഡിസ്ക് വരുന്ന മോഡലിൽ വരുന്നത് 270 mm സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പർ ഉള്ള ഒരു ബ്രേക്ക് സെറ്റപ്പാണ്. ഡിസ്ക് വരുന്ന മോഡൽ വരുന്നത് ഇതൊരു 153 mm ഡ്രം ബ്രേക്കാണ്. പക്ഷേ ഈ ബ്രേക്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ പഴയ
ബുള്ളറ്റിലൊക്കെ ഇവിടെ ഇങ്ങനെ റോഡ് കാണാൻ സാധിക്കും, ബ്രേക്ക് റോഡ്. പക്ഷേ ഈ വാഹനത്തിൽ അതൊരു കേബിൾ ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു ഡിസ്ക് ബ്രേക്ക്, റിയർ ഡിസ്ക് ഉള്ള ഒരു വാഹനത്തിന്റെ ഒരു ബ്രേക്കിന്റെ അതൊരു ഫീലാണ് നമ്മൾ ഡ്രം ബ്രേക്ക് കേബിൾ സെറ്റപ്പിലേക്ക് വരുമ്പോൾ വരുന്നത്. പക്ഷേ കൂടെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴുള്ള ഒരു പഴയ ഒരു പ്രശ്നങ്ങളൊന്നും ഈ പുതിയൊരു കേബിൾ സെറ്റപ്പിൽ വരുന്നില്ല. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേബിൾ സെറ്റപ്പിൽ വരുന്നില്ല. വരുന്നത് 1390 എണ്ണമും ഗ്രൗണ്ട് ക്ലിയർസ് വരുന്നത് 170 എണ്ണമാണ്. ഇനി നമ്മൾ ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള എഞ്ചിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ വാഹനത്തിൽ വരുന്ന ഒരു ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പുതിയ എഞ്ചിനാണ്. ഈ എഞ്ചിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 349 cc ആണ്. ഇതിന്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 20.2 bhp അറ്റ് 6100 rpm. ഇതിന്റെ ടോർക്ക് വരുന്നത് 27 Nm അറ്റ് 4100 rpm-ലാണ്. 4100 4000 ആണ്, അത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എഞ്ചിൻ വരുന്നത് ഒരു സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിലാണ്. ഇതിന് മുമ്പുള്ള എഞ്ചിൻ വരുന്നത് DOC, അതായത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം ആയിരുന്നു. പഴയ എഞ്ചിനിൽ ഇൻടേക്കിനും എക്സോസ്റ്റിനും ഓരോ സെപ്പറേറ്റ് ക്യാം ഷാഫ്റ്റ്. ഇതിൽ സിംഗിൾ ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചാണ് ഇൻടേക്കിനും എക്സോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സിംഗിൾ ക്യാം ഷാഫ്റ്റിൽ റോക്കറാം ഉപയോഗിച്ചാണ് ഇൻടേക്കിനും എക്സോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഇടയ്ക്ക് വാൽവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോക്കറാമിന്റെ പ്ലെയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വാൽവ് റോക്കറാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ഈ എഞ്ചിനിൽ. പഴയ എഞ്ചിനിൽ ഓവർ ഹെഡ് ഡ്യുവൽ ക്യാം ഷാഫ്റ്റ് വേണ്ട ആ പ്രശ്നമായിരുന്നു. ഇതിന്റെ മുമ്പത്തെ നമ്മൾ പഴയ വിന്റേജ് റോയൽ എൻഫീൽഡ് വരുന്നത് ഈ നമ്മുടെ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റിൽ സൈഡ് ക്യാം ഷാഫ്റ്റ് ആയിരുന്നു. ആ സൈഡ് ക്യാം ഷാഫ്റ്റ് പുഷ് റോഡ് വെച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് അതിൽ റോക്കറം വെച്ചാണ് വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പഴയ ഫസ്റ്റ് ഇതിന് നമ്മളെ ലെഫ്റ്റ് സൈഡ് ബ്രേക്കും റൈറ്റ് സൈഡ് ഗിയറും വരുന്ന ആ മോഡൽ അങ്ങനെയായിരുന്നു വന്നിരുന്നത്. ജെ സീരീസ് എഞ്ചിന്റെ പ്രത്യേകത തന്നെ വൈബ്രേഷൻ ഇല്ലാത്തൊരു എഞ്ചിനാണ്. അതിന് അവർ റെവല്യൂഷണറി കൗണ്ടർ ബാലൻസർ എന്നൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ വാഹനത്തിന്റെ വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊരു BS6 കോമ്പറ്റന്റ് എഞ്ചിനാണ്. നമുക്കൊരു വലിയ സൈലൻസർ, നോർമലി ബുള്ളറ്റിൽ കാണുന്ന പോലത്തെ ഒരു സൈലൻസർ തന്നെയാണ്. ഇതിൽ എക്സ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടോ സെൻസർ, പ്രീയും പോസ്റ്റും ഓട്ടോ സെൻസർ കാണാൻ സാധിക്കും. ഇതിൻ്റെ അതിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ സൈഡിലാണ് ക്ലച്ചിന്റെ കേബിൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടർ മോട്ടറാണ്. കൂടാതെ വാഹനത്തിൽ ടെമ്പറേച്ചർ സെൻസറും എഞ്ചിൻ ബ്ലോക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സിംഗിൾ ഹോണാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല. എഞ്ചിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഞാൻ വിട്ടുപോയ കാര്യം, ഇതൊരു എഞ്ചിൻ ഗാർഡാണ്. ഈ എഞ്ചിൻ ഗാർഡ് ഒരു ആക്സസറി പാർട്ടാണ്. ഇത് നമ്മൾ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജെന്യൂൻ ആക്സസറി ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് എഞ്ചിൻ ഗാർഡ്. അടുത്ത് നമുക്ക് ഈ സൈഡ് ഗാർഡ് ഒരു ആക്സസറി ആയിട്ട് നമുക്ക് ചെയ്യുന്നത് എല്ലാം റോയൽ എൻഫീൽഡിന്റെ ജെന്യൂൻ ആക്സസറിയാണ്. അടുത്താണ് നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത്. ഈ വാഹനത്തിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫസ്റ്റ് ഡൗൺ, റെസ്റ്റ് അപ്പ്, അങ്ങനെ ഒരു സെറ്റപ്പിലുള്ള 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നോർമലി ഒരു പഴയ ഒരു ഫ്രണ്ട് ബാക്ക് രണ്ട് സൈഡിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവറാണ് അപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതൊരു നോർമലി നല്ല സ്മൂത്താണ് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ. പക്ഷേ ഇതിലൊരു ഈ വാഹനം 2 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന വാഹനമാണ്. ഇതിലൊരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് റൈഡിൽ നോക്കാം. അങ്ങനെ ഞാൻ ഓവറോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഒക്കെ ഓവറോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. എന്നിട്ട് വാഹനത്തിൻ്റെ ഫീഡ്ബാക്ക്, വൈബ്രേഷൻ, ആ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് വാഹനം ഈ സ്വിച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ 2 വീലർ ഓടിക്കുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുക. 4 വീലർ ഓടിക്കുമ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ട്രാഫിക് നിയമം പാലിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് പഴയ 350 ഓടിച്ച ഒരാളാണെങ്കിൽ പുതിയ ജെ സീരീസ് എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും ആ ഒരു സ്മൂത്ത്നെസ്സും നിങ്ങൾക്ക് ഫസ്റ്റ് ഇനിഷ്യലി തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ വാഹനം പഴയ വാഹനത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20 mm ഹാൻഡിൽ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 5 mm സീറ്റ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് റൈഡിംഗ് പൊസിഷൻ നല്ലൊരു പൊസിഷൻ തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ പഴയ വാഹനത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് ഒരു bhp പവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 1 Nm ടോർക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനിഷ്യലി നമുക്ക് നല്ലൊരു റിഫൈൻഡ് ഫീലാണ് വാഹനം ഓടിക്കുമ്പോൾ ലഭിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയറും ഫ്രണ്ട് സസ്പെൻഷൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പഴയ വാഹനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ കിക്കർ വരുന്നില്ല. ബാക്കി നോർമലി എല്ലാം പഴയതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ ആ തനത് ബീറ്റ് നമുക്ക് ഈ വാഹനത്തിൽ സെയിം പോലെ ഫീൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ എഞ്ചിനും ഇതിൻ്റെ ചേസിയാണ്. ഈ വാഹനം ഒരു ട്വിൻ
ട്യൂബ് ക്രാഡിൽ ഫ്രെയിമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ബുള്ളറ്റിൻ്റെ CEO ഒരു ഇൻ്റർവ്യൂ സെഷൻ കണ്ടപ്പോൾ പുള്ളി അവകാശപ്പെടുന്നത് മറ്റെല്ലാ മാനുഫാക്ചേഴ്സും ചേസീസൊക്കെ വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മാത്രമാണ് ഇൻഹൗസ് ആയിട്ട് ചേസീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു റിഫൈൻമെൻറ്റ് ലെവലും ആ ഒരു ഹാൻഡ്ലിങ്ങും ആ ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. കൂടാതെ റിയർ ടയർ സൈസ് ഈ വാഹനത്തിൽ നോർമൽ ക്ലാസിക്കിൻ്റെ വലിയ ടയർ സൈസ് ആക്കിയുകൊണ്ട് ആ ഒരു ഹാൻഡ്ലിങ്ങിലും ആ സ്റ്റെബിലിറ്റി നമുക്ക് അത് അറിയാൻ തന്നെ സാധിക്കും. കൂടാതെ ഈ വാഹനത്തിൽ എനിക്ക് പേഴ്സണലി നല്ല ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ഞാൻ ഓടിച്ച് നോക്കി നല്ല രസമായിട്ട് നമുക്ക് 80 കിലോമീറ്റേഴ്സ് വരെ നല്ലൊരു സ്റ്റേബിളായിട്ട് ഓടിക്കും. 80 കിലോമീറ്റേഴ്സിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ കാലിൽ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ പഴയ ഒരു ബുള്ളറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഡ്രൈവാണ് ഈ വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് നല്ല രസമുണ്ട്. ഇതിൻ്റെ റിയർ കേബിൾ ടൈപ്പ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ആ ഒരു ഡിസ്ക് ബ്രേക്ക് റിയറിലുള്ള പോലത്തെ ഒരു ബ്രേക്കിംഗ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് ഇത് ബേസ് മോഡലായത്. എന്നാലും അത്യാവശ്യം നമ്മൾ ഹൈ സ്പീഡ് ബ്രേക്കിംഗ് ഒക്കെ നല്ല സ്റ്റേബിളായിട്ട് വണ്ടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡ്രൈവ് വിശേഷങ്ങൾ. ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1.63 lakhs ആണ് എക്സ്-ഷോറൂം വരുന്നത്. ഓൺ റോഡ് ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ ഇപ്പോൾ GST റിഡക്ഷനൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോളുള്ള ഡ്രൈവ് റിവ്യൂ. ഈ വാഹനം ഏതാണ്ട് ഞാനൊരു 1500 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പോരായ്മയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു 6 സ്പീഡ് ട്രാൻസ്മിഷനും ഒരു ട്രാൻസ്മിഷൻ ഇൻഡിക്കേഷനും വന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമായിരുന്നു. ഇതിൽ ഈ വാഹനം 2500 കിലോമീറ്റർ ഓടിയതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു സർവീസ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പീഡോമീറ്റർ ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീലറിനെ കാണിച്ചപ്പോൾ അവർ നല്ല രീതിയിലല്ല അഡ്രസ്സ് ചെയ്തത്. ഡീലറിൻ്റെ ഫെസിലിറ്റിയും എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈ ആയിരുന്നില്ല. പക്ഷേ ഈ 2 ലക്ഷം രൂപയോളം മുടക്കി വാങ്ങുന്ന ഒരു വണ്ടിക്ക് അത്ര നല്ലൊരു ഫെസിലിറ്റി അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഈ 160 ബൈക്കിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ കാലം കുറച്ചുകൂടെ ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അത്രത്തോളം അവർ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഫോളോ അപ്പ് ഫീഡ്ബാക്ക് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് 350 ഡ്രൈവ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യപ്പെട്ട് ഇതുപോലെ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.